എൻ്റെ പേര് റീന. ഞാൻ കർണാടകയിൽ നിന്ന് ഭദ്രാവതി രൂപതയുടെ കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് NR പുരയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാനുള്ള കൃപ നൽകിയതിനെ ഓർത്ത് അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ്. എൻ്റെ മകൻ പുറത്ത് കാംബോഡിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഏജൻറ്റ് വഴി പോയി അവനവിടെ ജോലിയൊന്നുമില്ലാതെ അവനവിടെ കുടുങ്ങി. അവനെ അവിടെ നിന്ന് ഏജൻറ്റ് അവനെ ചതിച്ചു. അവനിവിടെ നിന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി അവിടെ പറഞ്ഞ ജോലിയൊന്നുമല്ല, അവിടെ മനുഷ്യരെ പറ്റിക്കുന്ന ജോലിയായിരുന്നു. ഇവരവിടെ നിന്ന് പുറത്ത് ചാടി കഴിഞ്ഞിട്ട് ഏജൻറ്റ് ഇവരെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി ആക്കി. അവിടെ നിനക്ക് വേറെ ജോലി മേടിച്ച് തരാം, അവിടെ ഇതിനൊക്കെ ശമ്പളം മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ഇവരെ കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ നിർത്തി. അവിടെ നിർത്തിയിട്ട് അവനവിടെ നിന്ന് മുങ്ങി, ഏജൻറ്റ് മുങ്ങി. ഇവർ 3 പിള്ളേർ ഹോട്ടലിൽ. അവൻ കൊടുത്ത പൈസയുടെ ഭക്ഷണത്തിൻ്റെ പൈസ തീർന്നു കഴിഞ്ഞപ്പം ഇവരുടെ പാസ്പോർട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ചു. ഇവരുടെ ബാഗൊക്കെ പുറത്തിട്ട് ഇവരെ പുറത്താക്കി. ഇവർക്ക് പിന്നെ ഭക്ഷണവും ഇല്ല, റൂമും ഇല്ല, വെള്ളം കുടിക്കാൻ പോലും ഇല്ലാതെ ബാത്റൂമിലെ വെള്ളം വരെയും കുടിക്കേണ്ട പരിസ്ഥിതി വന്നു. അപ്പോൾ ഇവന് ഈ സംഭവം ഒന്നും ഞങ്ങൾ അറിയുന്നില്ല. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ മോനോട് ഞാൻ ശമ്പളം അഴയ്ക്കുന്ന കാര്യം പറയുമ്പോൾ മമ്മി പൈസ അഴയ്ക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇവൻ ഇവിടുന്ന് കടം മേടിച്ചിട്ടാണ് പോയിരുന്നത്. അതുകൊണ്ട് ഇവൻ ഞങ്ങളോട് ഈ സത്യം തുറന്ന് പറഞ്ഞില്ല. എങ്ങനെയെങ്കിലും വേറെ വഴിയോടെ രക്ഷപ്പെടാമെന്ന് ഓർത്ത് ഇവൻ അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ 11/8/2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് സെപ്റ്റംബർ 1 രാത്രിയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. ഞങ്ങളുടെ ഇടവകയിലിരുന്ന ഒരു കൊച്ചച്ഛൻ പറഞ്ഞു, ചേച്ചി അവിടെ കൊച്ച് കുടുങ്ങി കിടക്കുവാണ്, അവനവിടെ ഈ പറഞ്ഞ ജോലിയും ശമ്പളവും ഒന്നുമില്ല, അവനെ ആകുന്നത്രയും പെട്ടെന്ന് നിങ്ങൾ വീട്ടിലേക്ക് എത്തിക്കണം, അവനവിടെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നിനും പൈസയില്ലാന്ന്. പിന്നെ അപ്പോഴാണ് ഞങ്ങൾ സംഭവങ്ങൾ ശരിക്കും അറിഞ്ഞത്. മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ ആരംഭദിനം സെപ്റ്റംബർ 1. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പൈസ ഇല്ല, ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൊക്കെയാണ് ഇവനെ പറഞ്ഞു വിട്ടത്. പിന്നെ പൈസയ്ക്ക് ഒരു വഴിയില്ല. ഞങ്ങളെല്ലാവിടും കടം മേടിച്ച് ഇവന് ദിവസം ഭക്ഷണത്തിനുള്ള പൈസ അയച്ചു കൊടുക്കും. ഇവൻ്റെ കൂടെയുള്ള പിള്ളേർ ഇവനെ പേടിപ്പിച്ച്, ഇവൻ്റെ കയ്യിൽ പാസ്പോർട്ടും ഇല്ല, വിസയും ഇല്ല, ഒന്നുമില്ലാത്തതുകൊണ്ട് നിൻ്റെ വീട്ടിൽ കാണിക്കില്ല, നിൻ്റെ അപ്പനെ അമ്മേനെയും കാണിക്കില്ല, നിൻ്റെ ഭാര്യനെ കാണിക്കില്ല, നിൻ്റെ കുഞ്ഞിനെ കാണിക്കില്ല എന്നിട്ട് ഇവനെ പീഡിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവന് അയച്ചു കൊടുക്കുന്ന ഇവന് എൻ്റെ കുടുംബക്കാർ, ആങ്ങളന്മാർ, സ്വന്തക്കാർ, ഇവനറിയുന്നവർ, ഞങ്ങളുടെ ഇടവകയിലിരുന്ന അച്ഛന്മാർ, ഞങ്ങൾക്കൊരു അനിയൻ അച്ഛനുണ്ട്, അച്ഛൻ, ഇവരൊക്കെ പൈസ അയച്ചു കൊടുത്തോണ്ടിരുന്നെങ്കിലും അച്ഛന്മാരും ഞങ്ങളോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. കൊച്ചിങ്ങനെ കൊടുക്കത്തിലാണെന്ന് അച്ഛന്മാരും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല. ലാസ്റ്റ് ഞങ്ങൾ സെപ്റ്റംബർ 1 കൊച്ചച്ഛനാണ് ഞങ്ങളുടെ അടുത്ത് കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് വിളിച്ച് ഇവനോട് കാര്യം ചോദിക്കുമ്പോൾ എങ്ങനെയൊക്കെ സംഭവിച്ചു, അവനെങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ കൂടെയുള്ള പിള്ളേർ ഭയങ്കര ടോർച്ചർ, ഇവനെ മാനസികമായിട്ട് ആകെ തളർത്തി. പിന്നെ ഇവന് ഭയങ്കര തലവേദന, പേടി, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൂടെയുള്ള ഏജൻറ്റ് മരുന്നാന്ന് പറഞ്ഞിട്ട് ഇവന് മയക്കം മരുന്ന് കൊണ്ടുപോയി കൊടുത്ത് അത് കൊടുത്തു. അങ്ങനെ ഇവൻ എന്ത് കിട്ടിയാലും കഴിക്കുന്ന പരിസ്ഥിതിയിൽ ഇവനാകെ പേടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് ഇവനിങ്ങനെ പട്ടിണി കിടക്കുന്നതുകൊണ്ട് വിഷമിച്ച് ഇങ്ങനെ ഉച്ചയ്ക്ക് ഒരു ദിവസം ഞാൻ കിടക്കുമ്പം എനിക്ക് ഇതേ മാതാവിൻ്റെ വലിയ രൂപം ഞാൻ കണ്ടു. അതിൻ്റെ താഴെ 2 യൂണിഫോമിൽ 2 കറുത്ത നീലയും ആകാശ നീലയിൽ 2 ഡ്രസ്സിട്ട് 2 ആണുങ്ങൾ നിൽക്കുന്ന ഞാൻ കണ്ടു. അവരിങ്ങനെ എയർപോർട്ടിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ ചാടി ഏറ്റിട്ട് ഓടി വന്ന് എൻ്റെ മോൻ്റെ ഭാര്യയോട് പറഞ്ഞു, മോളെ മമ്മി എന്തെങ്ങനെ കണ്ടു, എന്തോ സ്വപ്നമെന്നറിയില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ ചെന്ന് എൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എന്താണെന്നറിയില്ല, ഇങ്ങനെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ സ്വപ്നം എന്തായിരുന്നു എന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങളിങ്ങനെ പിന്നെ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള വഴിയായി. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ, ഞങ്ങൾക്ക് അവൻ്റെ അടുത്ത് എത്താൻ ഒരു സാധ്യതയില്ല, അമ്മ തന്നെ ഓടിപ്പോയി അവനമ്മ സംരക്ഷിക്കണം, അവന് കൂടെ അമ്മ ഉണ്ടാവണം, അമ്മയുടെ കാപ്പയായിരിക്കണം അവൻ്റെ സംരക്ഷണം, ഞങ്ങളെ കൊണ്ട് എത്താൻ സാധ്യമല്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാത്രികളിലൊന്നും ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കൊച്ചിനും ഭക്ഷണമില്ല, വെള്ളമില്ല. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ ആകെ വിഷമിച്ച് എങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ചേട്ടൻ ചോദിക്കാടി, കൊച്ചിനെ കൊണ്ടുവരണം, നമ്മളെങ്ങനെ കൊണ്ടുവരും? അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എന്തെങ്കിലും ഒരു വഴി കാണിക്കും. പക്ഷെ ഞങ്ങൾ ആരോടും പൈസ ചോദിക്കണോ എങ്ങനെ കൊണ്ടുവരും എന്നൊക്കെ ഓർത്തിങ്ങനെ സമയം കഴിച്ചുകൊണ്ടിരുന്നപ്പം ചേട്ടൻ്റെ അടുത്തൊരു കൂട്ടുകാരനാണ്. അവന് യാത്ര ചെയ്യാനൊന്നും പാടില്ല, വണ്ടി ഓടിക്കാൻ പാടില്ല. അവൻ്റെ ഭാര്യയും മക്കളെയും കൂട്ടിയിട്ട് വീട്ടിൽ വന്നു. ഭാര്യയാണ് വണ്ടി ഓടിച്ചത്. വീട്ടിൽ വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരു മരിച്ച വീട് പോലെ ആയിരുന്നു നമ്മുടെ വീട് അന്നേരം.
അപ്പം അവൻ വന്ന കാര്യങ്ങളെല്ലാം തിരക്കി. ചേട്ടനും ഭയങ്കര സങ്കടമായിരുന്നു. ചേട്ടനും കരഞ്ഞുകൊണ്ട് അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൻ്റെ ഭാര്യയുടെ അടുത്ത് ഞാനും കരഞ്ഞുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ജീവനോടെ എൻ്റെ കൊച്ചൊന്ന് വീട്ടിലെത്തിയാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, എന്ത് പോയാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞു, എടാ നീ വിഷമിക്കണ്ട, കൊച്ചിനെ നമുക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരാം, 1.5 ലക്ഷം രൂപ കാശ് ഞാൻ നിനക്ക് തരാം, നിനക്ക് കയ്യിലുള്ളപ്പോൾ നീ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അന്നേരം ഇവന് എത്രയാവും, ഇപ്പം ഇവന് പാസ്പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പാസ്പോർട്ട് മേടിക്കണമെങ്കിൽ നമ്മൾ ഈ ഹോട്ടലിൽ പൈസ കെട്ടണം. ഏജൻ്റ് അവിടെ നിന്ന് മുങ്ങിയതുകൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ കൊച്ചു പറഞ്ഞു, പപ്പ എനിക്ക് 42,000 രൂപ കാശ് കെട്ടിയെങ്കിലേ എനിക്ക് പാസ്പോർട്ട് വിടിയിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ പപ്പ പിന്നെ അവിടെ നമ്മുടെ അയലക്കത്തുള്ളവരും ഒത്തിരി ആൾക്കാർ സഹായിച്ചു. അത് ആരൊക്കെയാണെന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഒത്തിരി അച്ഛന്മാർ ഞങ്ങളെ സഹായിച്ചു. എന്നിട്ട് പിന്നെ വേഗം 42,000 രൂപ അഴിച്ചു കൊടുത്ത് അവൻ ആ പാസ്പോർട്ട് അവിടെ നിന്ന് മേടിച്ച് അവനെ ആ റൂമിൽ നിന്ന് ഞങ്ങൾ താമസം മാറ്റി. കൂടെ ഉള്ളവർ അവനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ആരും അറിയാതെ അവനെ അവിടെ നിന്ന് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് മാറാൻ പറഞ്ഞു. അവന് പിന്നെ അവിടെയുള്ള ചിലരൊക്കെ അവനെ സഹായിച്ചു. അത് മാതാവ് വഴിയായിട്ട് മാത്രമാണ്. ചീനക്കാരൊന്നും ആരെയും സഹായിക്കില്ല. പക്ഷെ അവിടെ ഉള്ളവർ ആരും എൻ്റെ മോനെ ഉപദ്രവിച്ചില്ല. കൂടെ ഉള്ളവർ മാത്രമാണ് അവനെ ഉപദ്രവിച്ചത്. അങ്ങനെ വേറെ സ്ഥലത്തേക്ക് മാറ്റി. പിന്നെ ഞങ്ങൾ പറഞ്ഞു, ഇനി എംബസി പോകാമെന്ന് പറഞ്ഞാൽ ഇവൻ്റെ കയ്യിൽ വിസ ഇല്ല, പാസ്പോർട്ടില്ല, അപ്പോൾ അതിൻ്റെ കുറേ പെനാൾട്ടി അടയ്ക്കേണ്ടി വരും. പിന്നെ പോലീസ് എങ്ങും പിടിച്ചാൽ, എല്ലാവരും പറഞ്ഞു പോലീസ് പിടിച്ചാൽ, ചീനക്കാരൊക്കെ പിടിച്ചാൽ പിന്നെ കൊച്ചിനെ കാണാനും കിട്ടില്ല, നിങ്ങൾക്ക് ഫോൺ വിളിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നെ ആലോചിച്ച് പിന്നെ പറഞ്ഞു, മോനൊരു പണി ചെയ്യുന്നേ, നേരെ എയർപോർട്ടിലോട്ട് പോ. അങ്ങനെ ഇവന് പുറത്തു പോകാനും പേടിയാണ്. അപ്പോൾ ഇവന് എയർപോർട്ടിൽ പോയി ചോദിക്കും, നീ അവിടെ എത്രയാകും പൈസ എന്ന് ചോദിക്കും. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പൈസ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 ലക്ഷം രൂപ കാശ് അഴിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ അയലക്കത്തുള്ള വേറെ ഒരാൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ്റെ സങ്കടം കണ്ടിട്ട് 1 ലക്ഷം രൂപ കാശ് ഞാൻ തരാം, വേഗം സച്ചിനെ വേഗം കൊണ്ടുവരിക്കെന്ന് പറഞ്ഞു. അങ്ങനെ 1 ലക്ഷം, അങ്ങനെ ഞങ്ങൾ 2 ലക്ഷം രൂപ കാശ് അഴിച്ചു. അതിൽ ഈ കൂടെ ഇവർ ടോർച്ചർ ചെയ്ത് ഇവൻ്റെ കയ്യിൽ നിന്ന് 65,000 രൂപ കാശ് അവർ മേടിച്ചെടുത്തു. കൊച്ചിനോട് എയർപോർട്ടിൽ പോയ അമ്മ ഇപ്പോൾ പോയി എന്ന് പറയും. പിന്നെ ഇവൻ വരില്ല എന്ത് പറഞ്ഞ് എന്ത് വരാത്ത. അപ്പം ഞങ്ങൾ പിന്നെ ഇവനോട് പറഞ്ഞു, നീ എയർപോർട്ടിൽ പോയി, എന്ത് വേണമെങ്കിൽ ആകട്ടെ, നീ എയർപോർട്ടിൽ പോ. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മാതാവ് എന്തായാലും അവിടെ ഉണ്ടാകും, മാതാവ് ഇടപെടും. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടായി, മാതാവ് ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ എൻ്റെ കൊച്ചിൻ്റെ കൂടെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം ഇവൻ എയർപോർട്ടിൽ പോയി നിന്നിട്ട് ഇവന് ഈ മൊത്തം വീഡിയോ കോൾ വിളിച്ചു ഞങ്ങളെ. അപ്പോൾ ഇവിടെയുള്ളവരൊക്കെ പറഞ്ഞ് വിശ്വസിക്കില്ല, നുണ പറയുമെന്ന് പറഞ്ഞിട്ട് കൊച്ച് വീഡിയോ കോൾ വിളിച്ച് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന്. അവിടെ നോക്കുമ്പോഴേ എനിക്ക് മനസ്സിലായത് മാതാവായിരുന്നു അന്ന് കാണിച്ച അതേ യൂണിഫോംക്കാർ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് നിൽക്കുന്ന ഞാൻ കണ്ടു. ഫുൾ ഓഫീസർമാരും. കൊച്ചു നിന്ന് വിറയ്ക്കോ, ഈ രൂപമൊന്നുമല്ല, വെറും ഒരു ജീവൻ മാത്രമായിട്ട് ഒരു അസ്ഥി കൂടായിട്ട് അവൻ തിരിച്ചു വന്നത്. അന്നേരം പിന്നെ വേഗം അപ്പോൾ അവർക്കൊരു 85,000 രൂപ കുറവായി. കൊച്ചിൻ്റെ അവിടെ പൈസ അത്രയും കെട്ടിയെങ്കിലേ അവർ കയറ്റി വിടുള്ളൂ. എന്നിട്ട് പിന്നെ ഇപ്പം എൻ്റെ ഇളയ ആങ്ങളെ ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും കൂടെ നിന്ന്, എൻ്റെ ആങ്ങളമാർ, അനിയന്മാർ, അനിയത്തിമാരൊക്കെ സഹായിച്ചു. പക്ഷേ എൻ്റെ ഇളയ ആങ്ങളെ ഞങ്ങൾ രാത്രിയും പകലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ വിളിച്ച് പറഞ്ഞു, എടാ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചാലും നമുക്ക് ഇപ്പം തന്നെ പൈസ അടയ്ക്കാൻ പറ്റില്ല, എന്താ ഇതിനൊരു വഴി? അപ്പോൾ ഇവനെ ഓടിപ്പോയിട്ട് അവൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് എനിക്ക് ആ ദൃശ്യം എൻ്റെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോകണില്ല. ഗേറ്റ് തുറന്നിട്ട് ഓടി വന്നിട്ട് തിണ്ണയിലോട്ട് കയറാൻ സമയമില്ല, മുറ്റത്ത് തന്നെ നിന്നിട്ട് അവൻ്റെ മൊബൈലിൽ നിന്ന് 85,000 രൂപ അപ്പം തന്നെ അവൻ അഴിച്ചു. അങ്ങനെ കൊച്ചിന് പിന്നെ ടിക്കറ്റ് ഞങ്ങൾ വീണ്ടും 3ാമത്തെ ടിക്കറ്റ് വീണ്ടും അടിച്ചു. അന്ന് ഡിസംബർ 6-ാം തീയതി. അപ്പം ഞങ്ങളുടെ അനിയനച്ഛൻ പറഞ്ഞു, ചേച്ചി നാളെ സച്ചി അവിടെ നിന്ന് വണ്ടി കയറിയിരിക്കണം, വണ്ടി കയറിയില്ലെങ്കിൽ കൊച്ചിന് ചേച്ചിക്ക് ഇനി ജീവനോട് കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചു, മാതാവ് എൻ്റെ കൊച്ചിനും അമ്മ സുരക്ഷിതമായിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചാൽ ഞാനല്ല അമ്മയുടെ പള്ളിയിൽ എൻ്റെ കൊച്ചിനെ ഞാൻ കൊണ്ടുവരും. അങ്ങനെ ഞാൻ നേർന്നു. അങ്ങനെ ഡിസംബർ 7-ാം തീയതി മാതാവ് അവൻ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറ്റി. ഡിസംബർ 8-ാം തീയതി ഉച്ചയായപ്പം കൊച്ച് വീട്ടിലെത്തി. കൊച്ചിനെ കണ്ട എനിക്ക് തന്നെ മനസ്സിലാകണില്ല, ആ രൂപത്തിലായിപ്പോയായിരുന്നവൻ. അവനങ്ങനെ രക്ഷപ്പെട്ട് അവൻ്റെ മാതാവ് തന്നെ കൊണ്ടുവന്ന് തരുന്നു. ഇപ്പോഴും ആൾക്കാർ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ ഇത്രയും കടം മേടിച്ചില്ലേ, എത്ര പലിശ കെട്ടണം നിങ്ങൾക്കെന്ന് ചോദിക്കാം. പക്ഷേ ഈ പൈസ തന്നവരാരും 1 രൂപ പോലും പലിശ മേടിച്ചിട്ടില്ല ഞങ്ങളുടെ അടുത്ത് നിന്ന്. എല്ലാം തന്നതാ, ആർക്കും കൊടുത്തു തീർക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല.
പക്ഷെ മാതാവ് എന്തെങ്കിലും ഒരു വഴി ഇത്രയും ചെയ്ത മാതാവ് ഇനി മുന്നോട്ട് വഴി നടത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. അങ്ങനെ അവിടെ നിന്ന് വന്നിട്ട് ഇവൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ല, ആരോടും സംസാരിക്കില്ല. നേരത്തേക്ക് വന്നാൽ എൻ്റെ അടുത്ത് വന്ന് കുറേ കഥകൾ പറയുന്നവനാ. ഇവൻ വീട്ടിൽ വന്ന് ആരോടും സംസാരിക്കില്ല, എന്നോട് സംസാരിക്കില്ല, ഭാര്യയോട് സംസാരിക്കില്ല, പപ്പയോട് സംസാരിക്കില്ല, റൂമിൽ നിന്ന് പുറത്ത് വരില്ല, കൊച്ചിനെ മാത്രം കളിപ്പിക്കും. പിന്നെ കൊച്ച് കരയാൻ പാടില്ല, കൊച്ച് കരഞ്ഞാൽ അന്നേരം ഇവൻ വയലൻ്റായിട്ട് ഭയങ്കര ഒച്ച ഉണ്ടാക്കും. അത്രയ്ക്ക് മാനസികമായിട്ട് ഇവൻ തളർന്നു പോയായിരുന്നു. പിന്നെ ഞാൻ ഓടിപ്പോയിട്ട് മാതാവിൻ്റെ വിശുദ്ധ തൈലെടുത്ത് നെറ്റിയിൽ പൂശിട്ട് തേൻ ഒഴിച്ചു കൊടുക്കും വായൽ. അവൻ കിടക്കുന്നിടത്ത് ഞാൻ ഉപ്പ് വിതറും. അങ്ങനെ അവൻ നോർമലായിട്ട് ഇത്രയും നോർമലായി അതെൻ്റെ മാതാവ് മാത്രമാണ് എൻ്റെ കാരണക്കാരി. അവിടുന്ന് പിന്നെ അവന് വീടിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റാത്ത പരിസ്ഥിതി. അപ്പോൾ ഇവന് വീട്ടിൽ ഇരുന്ന് ഒന്നാമത്തെ കടം, അതൊരു തലച്ചൂട്. അവനങ്ങനെ എന്തെങ്കിലും ജോലിക്ക് പോകും. എന്ത് ജോലിക്ക് ഈ മാനസികാവസ്ഥയിൽ ഏത് സ്ഥലത്ത് ജോലിക്ക് വിടും. അങ്ങനെ എൻ്റെ മരുമോൾക്ക് അവിടെ സ്കൂളിൽ തന്നെ, പള്ളിയിലെ സ്കൂളിൽ തന്നെ ഒരു ജോലി കിട്ടി. അവളവിടെ സംസാരിച്ച് ഇവനോട് ഓഫീസിലെ ഡ്യൂട്ടിക്ക് ചെല്ലാൻ പറഞ്ഞു അവിടുത്തെ പ്രിൻസിപ്പാൾ. അങ്ങനെ ഇവൻ ഇൻ്റർവ്യൂവിന് പോയി. ഇവൻ ഇൻ്റർവ്യൂ പാസ്സായി. ഇവൻ ഓട്ടോമൊബൈൽ ആണ് പഠിച്ചത്, ഡിപ്ലോമ ഓട്ടോമൊബൈലാണ് ഇവൻ പഠിച്ചത്. ഇവൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് പാസ്സായി. ഇവൻ അന്ന് അവിടെ നിന്നു. പിറ്റേ ദിവസം അവൻ ജോലിക്ക് പോയി. വൈകുന്നേരം വന്നപ്പോൾ അവൻ പറഞ്ഞു, മമ്മി എനിക്ക് ഈ ജോലിയൊന്നും പറ്റില്ല, ഇങ്ങനെ പിടിച്ചു കെട്ടിയിരുന്ന് ജോലി ചെയ്യാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല, ഞാൻ ഈ ജോലിക്ക് പോവില്ല. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ആകെ ഒരു കച്ചിത്തുരുമ്പാണ് കിട്ടിയത്, അതും കൊച്ചു കളയുമല്ലോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇവൻ ജോലിക്ക് ഇറങ്ങി. അന്നേരം ഇവൻ്റെ കുഞ്ഞു കൊച്ച് എൻ്റെ കൂടെ ഉണ്ട്, ചേട്ടനും ഉണ്ടായിരുന്നില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് ഒച്ചനെ കരഞ്ഞു, മാതാവേ, കുഞ്ഞിനൊരു ജോലി മേടിച്ചു കൊടുത്തത് അമ്മയാണ് എങ്കിൽ ഈ ജോലിയിൽ അവൻ മുന്നോട്ട് പോകണം, ഈ ജോലി അവൻ ചെയ്യണം എന്ന് പറഞ്ഞ് അമ്മയോട് ഒച്ചനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ വൈകുന്നേരം മുഞ്ഞപ്പോൾ കൊച്ച് ശാന്തനാണ്. പിറ്റേ ദിവസം തുടങ്ങി അവനിപ്പോൾ ഇന്നും ആ ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷെ മാനസികമായിട്ട് അവൻ ഇപ്പോഴും അങ്ങനെ ശരിയായിട്ടില്ല. അവൻ്റെ ധാരണയിൽ ഞാനായിട്ട് വീട്ടിൽ കടം വരുത്തി വെച്ചെന്നുള്ളൊരു ചിന്തയാണ് അവന്. പിന്നെ മറ്റുള്ളവരുടെ മുമ്പിലുള്ള കളിയാക്കലും എല്ലാം കൂടി മാനസികമായിട്ട് അവന് ഇപ്പോഴും ശരിയായ വിഷമങ്ങൾ ഇപ്പോഴും ഉണ്ട് അവന്. പക്ഷേ അന്നത്തെ ആ വയലൻ്റ് ആകലോ അതൊന്നുമില്ല. ഇപ്പം ആയാലും ഞങ്ങളോട് കൊച്ചിനോടൊക്കെ സംസാരിക്കുകയും കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എനിക്കുണ്ടായതെന്ന് പറഞ്ഞാൽ എനിക്ക് മോഷൻ്റെ ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് ഈ സെപ്റ്റംബറിൽ എനിക്ക് ഡെങ്കു പനി വന്നു. അത് വന്ന പിന്നെ എന്ത് ചെയ്താലും എനിക്ക് വയറ്റിൽ നിന്ന് മോഷൻ ആകില്ല. അന്നേരം ഞാൻ എനിമോ ചെയ്തു. എന്ത് ചെയ്താലും 10 ദിവസത്തോളം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ, ഞാൻ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ വരുമ്പോൾ ഞാൻ ഇതും പറഞ്ഞോളാം, അമ്മ എനിക്കിതൊരു ബുദ്ധിമുട്ട് എനിക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞ ദിവസം വിശുദ്ധ തൈലം ഞാൻ എൻ്റെ വയറ്റത്ത് പുരട്ടും, ഉപ്പിട്ട് ഞാൻ രാവിലെ തന്നെ വെള്ളം കുടിക്കും. അന്ന് ഇന്ന് വരെ 5 മാസമായി എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല. പിന്നെ എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ അപ്പന് സുഖമില്ലാതായി നവംബറിൽ. ചാച്ചന് എന്നെ പറ്റിയെന്ന് പറഞ്ഞാൽ മൂലവ്യാധിയാണെന്നും പറഞ്ഞാണ് ഇരുന്നത്. മൂത്രം ബ്ലോക്കായി. അപ്പം മൂലവ്യാധിയാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അതിന് മരുന്ന് ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ തന്നെ കഴുകിച്ചും മരുന്നിലൊക്കെ ഇരുത്തുകയും ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. യൂറിന് പൈപ്പ് ഇട്ടുകൊണ്ടിരുന്നു. എന്ത് ചെയ്തു ആർക്കും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ചാച്ചൻ്റെ ഈ മൂത്രം ഒഴിക്കണോടെ ഇങ്ങനെ വീർത്തിരിക്കുന്നത് എൻ്റെ ചേട്ടൻ നോക്കുമ്പോൾ, അന്നേരം എന്താണെന്ന് നോക്കുമ്പോഴാണ് ഈ മൂത്രം ഒഴിക്കുന്നതിൻ്റെ മോഷൻ പോകുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു പരു അതിങ്ങനെ അതിന് വീർത്ത് നല്ല പൊട്ടി ചോര വന്നു. അപ്പോഴാണ് ശരിക്കും ഈ ഡോക്ടർമാരും ഈ യൂറിന് പൈപ്പിട്ടവർ ഇവരെല്ലാം ഈ കാര്യങ്ങൾ കാണുന്നത്. അത് കണ്ട ഉടനെ ഡോക്ടർ പറഞ്ഞില്ല, ഇത് വേഗം ടെസ്റ്റിന് അഴിക്കണമെന്ന് പറഞ്ഞു. വേഗം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു, ഇത് മറ്റേ കിഡ്നിക്ക് വരെ ബാധിച്ചായി ഇൻഫെക്ഷൻ അതിൻ്റെ, അതുകൊണ്ട് നിങ്ങൾ വേഗം മണിപ്പാല കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മണിപ്പാല കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്നപ്പം ഡോക്ടർ പറഞ്ഞു, ചാച്ചന് 84 വയസ്സായി. ഇപ്പോൾ ചാച്ചനൊന്ന് ചെറുതായിട്ട് സ്ട്രോക്കായി, പിന്നെ ഷുഗറുണ്ട്, പിന്നെ ഈ ലങ്സിൻ്റെ പ്രശ്നം, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ചാച്ചന് ഈ മറ്റേ ഇത് അനസ്തേഷ്യ കൊടുക്കാൻ പറ്റില്ല. അത് കൊടുത്തെങ്കിൽ ചാച്ചൻ ചിലപ്പോൾ മരിച്ചു പോയേക്കാം, അല്ലെങ്കിൽ തളർന്ന് കിടന്നേക്കാം, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. നിങ്ങൾ തീരുമാനം എടുക്കുക എന്താ വേണ്ടെന്ന്. അപ്പം മക്കളെല്ലാവരും കൂടി തീരുമാനിച്ചു, ഇനി ആസ്പത്രിയിൽ നിന്ന് മരിച്ചു കൊണ്ടുപോകണ്ട, നമുക്ക് ജീവനോടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചു. അപ്പം ഞാൻ ചേട്ടനെ വിളിച്ചു ചോദിച്ചു, ഡോക്ടർ എന്താ പറഞ്ഞത്? അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇല്ലടി, ഇത് ഡോക്ടർ പറ്റില്ല എന്നാണ് പറയുന്നത്, ചാച്ചനെ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, മാതാവ് സുഖപ്പെടുത്തിക്കോളൂ, അതിന് വേണ്ടിയിട്ടാണ് ഡോക്ടർ തിരിച്ചു വിടുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ചാച്ചൻ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ വന്ന് അവിടെയുള്ള ചെറിയ ഡോക്ടർമാരെ കൊണ്ട് ഒരു 3-4 ദിവസം അവിടെ അഡ്മിറ്റായി. പക്ഷെ ആ പരു പൊട്ടിയില്ലായിരുന്നെങ്കിൽ ചാച്ചൻ ഓപ്പറേഷൻ ചെയ്യാതെ ഒരു നിവൃത്തിയില്ലായിരുന്നു. ചാച്ചൻ
ചാച്ചൻ പറഞ്ഞു ഞാൻ ക്രിസ്മസ് കൂടില്ല മക്കളെ, അതിനു മുമ്പ് ഞാൻ മരിക്കും. പക്ഷെ നേർച്ച വസ്തുക്കൾ അപ്പം ഞാനും എൻ്റെ കുടുംബത്തിൽ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും തന്നെ ഉടമ്പടിയിലുള്ളവരാണ്. അപ്പോൾ എൻ്റെ അനിയത്തിയും ഞാനും കാശുരൂപം വെച്ചും തൈലം വിശുദ്ധ തൈലം തൂത്തും തേൻ കൊടുത്തും ഉപ്പും അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ തന്നെ ചാച്ചൻ ഇപ്പോൾ സുഖമായി, ചാച്ചനെ പേറ്റ് നടക്കുന്നുണ്ട്, ചാച്ചനൊരു കുഴപ്പമില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞു. എൻ്റെ പേര് സച്ചിൻ. അപ്പോൾ ഞാൻ അബ്രോഡ് പോയിട്ട് ഉണ്ടായ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ എനിക്ക് തിരിച്ച് സുരക്ഷിതമായിട്ട് നാട്ടിലേക്ക് വരാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന ദൈവത്തിന് 1000 നന്ദി. 3 മുതലുള്ള തിരുവചനങ്ങളിൽ നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. എന്തുത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവേൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. തൻ്റെ മകനെയും കൊണ്ടുവന്ന് റീന എന്ന മകള് അമ്മ ഇവിടെ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ്. സച്ചിനാണ് മകൻ. ആ മകന് കംബോഡിയ എന്ന രാജ്യത്ത് ജോലിക്ക് പോകുന്നതും പിന്നീട് തനിക്ക് അവിടെ 10 മാസത്തെ തൻ്റെ താമസം, അതിനിടയിൽ താൻ അനുഭവിച്ച തനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ജോലിയും മറ്റ് പാസ്പോർട്ടും അങ്ങനെ ഓരോ ദുരിത സാഹചര്യങ്ങളിലൂടെ ഈ മകൻ കടന്നു പോകുന്നതാണ്. പിന്നീട് എങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ഈ മകൻ കടന്നു വന്നു എന്നുള്ളതാണ് നാം കേൾക്കുന്നത്. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഉടമ്പടിയെടുത്ത മക്കളെ വഴി നടത്തുക, വഴിയടഞ്ഞവരുടെ ജീവിതത്തിൽ തെളിയുന്ന പുതിയ വഴികളാണ് ഉടമ്പടിയുടേത്. അതുപോലെ വാഗ്ദാന നാട്ടിലേക്കുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ യാത്രയിൽ അവരുടെ വഴികളിൽ അവർക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ, കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദി, ആ ജോർദാൻ നദി വറ്റിച്ച് 2ആയി പകുത്താണ് തൻ്റെ ആശ്രിതരെ ദൈവം അക്കരെ കടത്തുന്നത്. അതുപോലെ ശത്രു രാജാക്കന്മാരുടെ സംഹാര താണ്ഡവങ്ങൾ, ജെറീക്കോ കോട്ട, ഇതൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ മുമ്പിൽ ഉയർന്നു നിന്ന പ്രതിബന്ധങ്ങളാണ്. ഈ പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് വാഗ്ദാന നാട് പ്രാപിക്കുവാനായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നതാണ് സാക്ഷ്യപേടകം. പരിശുദ്ധ അമ്മയാകുന്ന പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകത്തെ സ്വീകരിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കുടുംബങ്ങളിലേക്ക് അമ്മ എങ്ങനെയാണ് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതണലായും എങ്ങനെ അമ്മയുടെ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം ഓരോ കുടുംബത്തിലേക്കും ഉണ്ടാകുന്നു. അങ്ങനെ തൻ്റെ മകന് വരാൻ സാധിച്ച സാഹചര്യങ്ങളൊക്കെ ഇവിടെ പറയുകയുണ്ടായി. ആ മകൻ അത്രയേറെ ഡിപ്രസീവായിരുന്ന സാഹചര്യങ്ങളിലൊക്കെ നേർച്ച വസ്തുക്കളിലൂടെ തനിക്ക് തൻ്റെ നോർമലായിട്ടുള്ള ഒരു ലൈഫിലേക്ക് വരാൻ കഴിഞ്ഞതും താൻ ആവശ്യപ്പെട്ടിരുന്ന, അതായത് അമ്മ ആവശ്യപ്പെട്ടിരുന്നത് പോലെ, ആഗ്രഹിച്ചിരുന്നത് പോലെ ഒരു ജോലി, ആ മനസ്സൊന്ന് മാറാൻ വേണ്ടിയിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു ജോലി, ഇതെല്ലാം ഇന്ന് ഈ മകന് ലഭിച്ചു. അങ്ങനെ തങ്ങളുടെ മകനെ തിരിച്ചു കിട്ടിയ സന്തോഷമാണ് ഈ അമ്മ ഇവിടെ വന്ന് പങ്കുവയ്ക്കുക. സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കുമെന്ന് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. തനിക്ക് കിട്ടി പിന്നീട് ഒത്തിരിയേറെ കാര്യങ്ങൾ, അതായത് രോഗസൗഖ്യവും തൻ്റെ ഫാദർ ഇൻ ലോയുടെ കാര്യവും ഒക്കെ ഇവിടെ ഈ അമ്മ പങ്കുവെച്ചു. എല്ലാറ്റിലും നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവിക കരങ്ങളാണ്. ദൈവം എങ്ങനെയാണ് വഴി നടത്തുന്നത്, നമുക്ക് മുൻപിൽ പ്രതിബന്ധങ്ങളായിട്ട് വരുന്ന തടസ്സങ്ങളെ എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ നീക്കം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭാരലഘുത്വം, സമയച്ചുരുക്കം, ഇതൊക്കെ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളായിട്ട് നാം കാണുന്നത്. അങ്ങനെ ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ഇനിയൊരു വെളിച്ചമില്ല എന്ന അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന മകനെ ഈ അമ്മയ്ക്ക് ഒരു ദർശനമുണ്ടായി. ആ ദർശനം പോലെ തന്നെ എങ്ങനെയാണ് എയർപോർട്ടിൽ ഈ മകൻ്റെ അടുത്ത് ഉദ്യോഗസ്ഥർ വന്ന് നിന്നതെന്നും അതേ യൂണിഫോം, അതേ അവസ്ഥയിലൊക്കെ തന്നെ അമ്മ കാണിക്കുകയായിരുന്നു. ഒരിക്കലും നഷ്ടപ്പെടില്ല, ഉടമ്പടി എടുത്ത മകളാണ് നീ, നിൻ്റെ കൂടെ ഞാനുണ്ട്, ഈശോയുടെ ചൈതന്യമുണ്ട്. അങ്ങനെ തനിക്ക് അമ്മ നൽകിയ ആ ഒരു ഉറപ്പ്, അതിൽ ഈശോയിൽ ആശ്രയിച്ച് ഇന്ന് തൻ്റെ മകനുമായിട്ട് ഇവിടെ വന്നു നിന്ന് ഈ മകള് സാക്ഷ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.